സഹായിച്ചേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. നമുക്കൊക്കെ നീതി കിട്ടും. നമ്മൾ ആത്മഹത്യ ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നീതി കിട്ടും. ഈ മരണക്കളി ചേച്ചിയുടെ ഒരു പ്രധാന തുറുപ്പ് ചീട്ടാണ് അല്ലയോ ലക്ഷ്മിപ്രിയ ചേച്ചി? അല്ല, ഞാനത് ചോദിക്കാനുള്ളൊരു കാരണം, ചേച്ചി എവിടെയോ ഒരു കുറിപ്പ് എഴുതിയിട്ടെന്നും പറഞ്ഞ് ഇന്നലെ കുറേ പോസ്റ്ററുകൾ കിടന്ന് കറങ്ങുന്നത് കണ്ടു. അതിൽ ഇങ്ങനെയൊക്കെയാണ് ചേച്ചി എഴുതി വെച്ചിരിക്കുന്നത്: എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത്, അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച് നടി ലക്ഷ്മിപ്രിയയുടെ വൈകാരിക കുറിപ്പ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച ആ ഒരു ക്ലിപ്പുണ്ടല്ലോ, ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് മറുനാടൻ എക്സ്ക്ലൂസീവിന് ചേച്ചി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ചേച്ചി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, കാരണം അത് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ KSF ഇല്ലേ, ചിട്ടി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചേച്ചി ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾപ്പിക്കാം. അതിനു മുമ്പ് ലക്ഷ്മിപ്രിയ ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയോട് ഒരൊറ്റ ചോദ്യം. ചേച്ചിക്ക് എന്നും പ്രശ്നങ്ങളാണല്ലോ ചേച്ചി. ബിഗ് ബോസ് തൊട്ടാണ് ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ വലിയ കലാപങ്ങൾ ഉണ്ടാക്കിയായിരുന്നല്ലോ, അതിനകത്ത് നിന്നപ്പോഴും എന്തൊക്കെയോ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അല്ലേ, മറന്നുപോയി. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എന്നെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചായിരുന്നു, ഒരു സിബിലാൽ. അദ്ദേഹം എന്നിട്ട് കുറേ തെളിവുകളും എനിക്ക് തന്നു. അതൊക്കെ വെച്ച് ഞാൻ വീഡിയോയും ചെയ്തതാണ്. ആ വ്യക്തിയെ കുറച്ച് പൈസയൊക്കെ പറ്റിച്ചു എന്ന ആ വ്യക്തി തെളിവ് സഹിതം അതിൻ്റെ പേരിൽ കേസൊക്കെ നടക്കുമല്ലേ. ഇപ്പതേ അൻസിബയുടെ വിഷയം മൊത്തത്തിൽ പ്രശ്നമാണല്ലോ ചേച്ചിക്ക്. കൂടാതെ KSF 4 വർഷങ്ങൾക്ക് മുമ്പ് എന്തുവാ ചേച്ചി ഇത്? ചേച്ചിക്ക് ഭയങ്കര സമയദോഷമാണെന്ന് തോന്നുന്നല്ലേ. ഈ സമയദോഷം അങ്ങോട്ട് തീരുന്നില്ല, എപ്പോഴും സമയദോഷമാണല്ലോ ചേച്ചി. എന്താ ചേച്ചി ഇങ്ങനെ? ലക്ഷ്മിപ്രിയ ചേച്ചി, നമോ ആകം കേട്ടോ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിന് തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോ ഒക്കെ ഇല്ലാതാക്കാൻ ചില ദുഷ്ടശക്തികൾ ശ്രമിച്ചേക്കാം. കാരണം സത്യമൊന്നും വിളിച്ച് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ചില ദുഷ്ടശക്തികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂടേ. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഹൈപ്പിലൊക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്യാം. ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു പോസ്റ്റർ, ഇന്നലെ കണ്ടൊരു പോസ്റ്ററാണ്, ഇതിൽ നിന്നും തുടങ്ങാം. അതാണ് അതിൻ്റെ ഒരു ശരി. ലക്ഷ്മിപ്രിയ ചേച്ചിയിലേക്ക് വരാൻ കേട്ടോ, അതാണ് നമ്മുടെ മെയിൻ സാധനം. പോകാം. അതിനു മുമ്പ് ഒരു പോസ്റ്ററെ, ശ്വേതാ മേനോൻ്റേത് ധീരമായ പ്രതികരണം, ചിലർ മനഃപൂർവ്വം വേട്ടയാടി. ആരെ വേട്ടയാടി? ശ്വേതാ മേനോനെയോ? അതോ ശ്വേതാ മേനോനും സംഘവും അൻസിബ എന്ന് പറയുന്ന പാവം പെൺകുട്ടിയെ വേട്ടയാടിയോ? അല്ല, അതിൻ്റെ താഴെ ബാക്കി കേൾക്കണ്ടേ? പിന്തുണയുമായി തമിഴ് തെലുങ്ക് വനിതാ താര കൂട്ടായ്മകൾ. ലക്ഷ്മിപ്രിയ ചേച്ചി, സോറി, മാറിപ്പോയി, ചേച്ചി മാത്രം എൻ്റെ മനസ്സിലെപ്പോഴും. ചേച്ചി, അയ്യോ, എനിക്ക് നിങ്ങളോട് മുൻവൈരാഗ്യം ഒന്നൊന്നും പറയല്ലേ, എനിക്ക് നിങ്ങളെ അറിയത്ത് പോലും ഇല്ല. കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ മെയിൻ സ്ട്രീം ചാനലുകൾ വഴി പറയുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അതുകൊണ്ട് എപ്പോഴും ചേച്ചി തന്നെ തലയിൽ പുറകെ പോയി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ തോന്നുന്നു. അല്ലാതെ വെറുതെ വന്ന് നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, അത് തെറ്റാണ്. അതുകൊണ്ടാണ് ചേച്ചിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, ശ്വേതാ മേനോൻ. ശ്വേതാ മേനോൻ ചേച്ചി ഈ തെലുങ്കിലും തമിഴിനും ഒക്കെ ചേച്ചിക്ക് പിന്തുണയാ. എന്തറിഞ്ഞിട്ട് അവർ പിന്തുണയ്ക്കുന്നത്? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പിന്നെ ധീരമായ പ്രതികരണം എന്നൊക്കെ, എന്ത് പ്രതികരണം? ചേച്ചി ഒന്നും പ്രതികരിച്ചില്ലല്ലോ. കുറെ യെസ് ഇതും പറഞ്ഞ് ഇറങ്ങി പോവല്ലായിരുന്നോ? രാജ്യം വെച്ചിട്ട് ഇറങ്ങി ഓടുവല്ലായിരുന്നോ? കൈ നിൽക്കാതെ വന്നപ്പോൾ ഇറങ്ങി ഓടിയതല്ലേ? ജനങ്ങൾ പൊട്ടന്മാരല്ല ചേച്ചി, നമുക്കൊക്കെ മനസ്സിലാവും കേട്ടോ കാര്യങ്ങൾ. അത് നിങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളാം. ഇനി നമുക്ക് തിരിച്ച് ലക്ഷ്മിപ്രിയ ചേച്ചിയിലേക്ക് വരാം. KSF ആയിട്ടുള്ളൊരു പ്രശ്നം 4 വർഷങ്ങൾക്ക് മുമ്പ്, അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മിപ്രിയ ചേച്ചി പറയുന്നതാണ്. ഞാൻ വീഡിയോ കാണിക്കില്ല, വോയിസ് കേൾപ്പിക്കത്തേ ഉള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, വേറൊരു ചാനലിൻ്റെ ആണല്ലോ, അത്യാവശ്യം കുറച്ച് നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ KSF ചിട്ടി, അതിനെപ്പറ്റി എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ഒരാളോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ, അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അത് തുടക്കത്തിലേ പറയാം. എനിക്കൊരു 50 ലക്ഷം രൂപ വേണം. ഞാനൊരു 25 ലക്ഷം ഒരു ചിട്ടി ചേരുന്നു, എന്നിട്ട് ഒരു 25 ലക്ഷം രൂപ എടുത്ത് അടയ്ക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ചിട്ടി വീണാൽ എനിക്ക് 50 ലക്ഷവും അവർ തരും.
പക്ഷേ 50 ലക്ഷം വെറുതെ തരാനായിട്ട് ഞാൻ അവരുടെ മാമൻ്റെ മോനൊന്നുമല്ല, KSFE-യുടെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്ലഡ്ജ് ചെയ്യണം, ആ ഒരു എമൗണ്ടിനായിട്ടുള്ളത്. പിടികിട്ടിയില്ലേ? അതാണ് എനിക്ക് ബേസിക്കായിട്ട് ഈ ഒരു ചിട്ടിപ്പരിപാടിയുടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ ബാക്കി പൈസയും തരും, നമ്മൾ എന്നിട്ട് മെല്ലെ മെല്ലെ അടച്ചങ്ങ് തീർത്താൽ മതി. ഇനി ചേച്ചി പറയുന്നത് നിങ്ങൾ കേൾക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതാണ് അതിൻ്റെ ഒരു ശരി. എന്താണ് ലക്ഷ്മി സംഭവിച്ചത്? ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ശരിക്കും അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ചെറിയ എമൗണ്ടിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പിന്നെ റീജിയണൽ ഓഫീസുണ്ട് കാക്കനാട്, ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ചിട്ടി സ്കീമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ തൃപ്പൂണിത്തുറ ബ്രാഞ്ചിൽ നിന്നാണ് ഇനിയിപ്പോൾ ഉടനെ പുതിയ കുറി തുടങ്ങാനായിട്ട് പോകുന്നത്, അപ്പോൾ ലക്ഷ്മി അവിടെ ഒന്ന് കാണുമോ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ഒരു അമ്പിളി എന്ന് പറഞ്ഞിട്ടൊരു മാമിൻ്റെ നമ്പറും എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരിയെ കോൺടാക്ട് ചെയ്തു. അവർ വളരെ പ്ലീസിങ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ഈ ചിട്ടിയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ആദ്യത്തെ അടവെന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ്. പിന്നെ നമുക്ക് 30% കിഴിവ് പോയിട്ട് പിന്നെ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് അങ്ങനെ 48 മാസമാണ് അടവ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 50 ലക്ഷം രൂപയുടെ ആവശ്യമാണ് എനിക്കുള്ളത്. അപ്പോൾ കുറി വീഴുമ്പോൾ നിങ്ങൾ എനിക്ക് ആ തുക എനിക്ക് തരണം എന്ന്. ആ തുക ചേച്ചിക്ക് അവർ തരട്ടെ. ചേച്ചി തുടക്കത്തിൽ ചേച്ചി ഒരു കാര്യം പറഞ്ഞു, ചെറിയൊരു എമൗണ്ടിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന്. 50 ലക്ഷം 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ചേച്ചിക്ക് ചെറിയൊരു എമൗണ്ട് അല്ലേ? അല്ല, ഞാൻ ചോദിച്ചതിൽ തെറ്റുണ്ടോ? എന്നെ സംബന്ധിച്ച് 50 ലക്ഷം, നിങ്ങളെ സംബന്ധിച്ച് 50 ചെറിയൊരു എമൗണ്ട് ആണോ? ചേച്ചിയൊക്കെ പിന്നെ വലിയ സെലിബ്രിറ്റി ആണല്ലോ അല്ലേ, സിനിമാ താരം, അതുകൊണ്ട് ചിലപ്പം ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. നമുക്ക് ബാക്കി കേൾക്കാം പറഞ്ഞു. അപ്പോഴത്തേനും ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആകെ വേറെ പ്രോപ്പർട്ടി ഒന്നും എനിക്ക് കേരളത്തിലില്ല, ആകെപ്പാടെ എനിക്കുള്ളത് തൃശ്ശൂർ ഒരു 2500 സ്ക്വയർ ഫീറ്റ് 2800 സ്ക്വയർ ഫീറ്റ് ഒരു വീടും 15 സെൻറ്റ് സ്ഥലവുമാണ്, അത് മാത്രമേ എനിക്ക് ഉള്ളൂ എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതിന് വർഷങ്ങൾക്ക് മുമ്പ്, അത് ഹൗസിംഗ് ബോർഡിൻ്റെ വീടാണ്, അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കളക്ടർ, തൃശ്ശൂർ അന്നത്തെ കളക്ടർ വാല്യൂ ഇട്ടിട്ടുള്ളത് പെർ സെൻറ്റിന് 80 വെച്ചിട്ടാണ്, 80,000 വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് മാർക്കറ്റ് വാല്യൂ എത്രയോ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ വേറൊരു ഓണറുടെ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്, അപ്പോൾ തന്നെ വാല്യൂ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞു ആ പ്രോപ്പർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് തരാം. അപ്പോൾ 70 ലക്ഷമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 20 ലക്ഷം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് 50 ലക്ഷം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ചിട്ടി ചേരാനുള്ളതൊക്കെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്പിളി എന്ന് പറഞ്ഞ മാം എന്നെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മാം ഇപ്പോൾ ചിട്ടി ബാക്കി കേൾപ്പിക്കാമേ. ലക്ഷ്മിപ്രിയ ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേച്ചിക്ക് ഇത്രയും സ്ഥലമുണ്ട്, 15 സെൻറ്റ് സ്ഥലവും കൂടാതെ വീടുമുണ്ട്, 2300 സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ടുള്ളൊരു വീടുമുണ്ട്. അന്ന് 80,000 രൂപ എങ്ങാണ്ടായിരുന്നു സെൻറ്റിന്. ഇപ്പം അത് കൂടിക്കാണുമെന്നാണ് ചേച്ചി പറയുന്നത്. ഇപ്പോഴല്ല, 4 വർഷങ്ങൾക്ക് മുമ്പ്. കൂടിയാലും എത്ര വരെ എത്തിക്കാണും ചേച്ചി? അത് ചേച്ചിക്കൊന്നും തിരക്കാൻ മേലായിരുന്നോ? ചേച്ചി സ്ഥലമൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ വന്ന് നോക്കിയൊന്നുമില്ലല്ലോ. അതിന് മുമ്പല്ലേ അവർ പറയുന്നത് ഇത്രയും രൂപ 70 ലക്ഷം നിങ്ങൾ പറഞ്ഞത് വെച്ച് കിട്ടും, 20 രൂപ നിങ്ങൾ ഇവിടെ ഇട്ടേക്കണം, ബാക്കി 50 തന്നേക്കാം. കാണുന്നതിന് മുമ്പല്ലേ ചേച്ചി, അതോ കണ്ടു കഴിഞ്ഞതിനാണോ? കണ്ടു കഴിഞ്ഞതിന് ശേഷമാണോ അവരിത് പറഞ്ഞത്? അല്ല ചേച്ചി, അതൊന്ന് ക്ലിയർ ആക്കണമായിരുന്നു കേട്ടോ. നമുക്ക് ബാക്കി കേൾക്കാം. ചേച്ചിയുടെ സൈഡ് ചുമ്മാ ചേച്ചിയെ കുറ്റം പറയാൻ എന്നെ കിട്ടത്തില്ല. ചേച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് കേൾക്കണം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? 1 മണിക്കൂർ 17 മിനിറ്റ് 20 സെക്കൻഡ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ 20 മിനിറ്റ് മാത്രമായി കുറഞ്ഞത്. ഇതെല്ലാം കേട്ടായിരുന്നു കേട്ടോ ചേച്ചി. നമുക്ക് ബാക്കി എന്തായാലും ഇത് കേൾക്കാം. നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയാണ്. കാരണം ഈ കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരൊന്നും ചേരുന്നില്ല. മാമിന് പറ്റുമോ, ഒരെണ്ണം കൂടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു വലിയ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു സ്വപ്നം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. വലിയ മനുഷ്യർക്കും ഉണ്ടാവും, ചെറിയ മനുഷ്യർക്കും ഉണ്ടാവും, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതിൻ്റെ പിന്നാലെയാണ് കുറേ നാളായിട്ട് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു മാം എനിക്കിങ്ങനെ തൃപ്പൂണിത്തുറയിൽ തന്നെ എനിക്കൊരു വലിയ പ്രോപ്പർട്ടി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുവിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് എനിക്ക് ആദ്യം ഈ 50 ലക്ഷം രൂപ തരികയും അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് റോൾ ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി വെച്ച് 50 ലക്ഷം തരികയും പിന്നീട് എനിക്ക് ഈ വലിയ പ്രോപ്പർട്ടി എടുക്കണം. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അതിൻ്റെ ഓണർ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേന് വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് മാം കുറി വീഴുന്നതനുസരിച്ച് എമൗണ്ട് റിലീസ് ചെയ്ത് ഈ പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കുകയും ചെയ്തു ഞാൻ അവരെ. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടി, അതിന് ഇത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ഹിൽ പാലസിൻ്റെ അടുത്താണ് പ്രോപ്പർട്ടി. അപ്പോൾ അവരെ കൊണ്ട് കാണിച്ചു. അവർ വളരെ സാറ്റിസ്ഫൈഡ്
സാറ്റിസ്ഫൈഡായി. ഈ പ്രോപ്പർട്ടിയുടെ പുറത്ത് ബാക്കിയുള്ള ചിട്ടി എമൗണ്ട് തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കുറി ചേരാൻ പോയി, ഞാൻ 4 കുറി ചേർന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ചേട്ടനുണ്ട്, ആ ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു കുറി ചേർന്നു. അങ്ങനെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ മൊത്തം 5 കുറി ഞാൻ KSFEയിൽ ചേർന്നിട്ട് 3-ാമത്തെ കുറി തന്നെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ളതാണ്. 3-ാമത്തെ നറുക്ക് ഞങ്ങൾക്ക് തന്നെ കിട്ടി. അപ്പോൾ ഈ പറയുന്ന 70 ലക്ഷം രൂപ വരും. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 50 ലക്ഷം തരും. അവരുമായിട്ടുള്ള കരാർ അങ്ങനെയാണല്ലോ, 50 ലക്ഷം അവർ തരും. ചേച്ചി, ബാക്കി ഞാൻ എല്ലാ പ്രേക്ഷകരെയും കേൾപ്പിക്കാമേ ചേച്ചി. അതിനു മുമ്പ് എൻ്റെ ഒരു സംശയം ലക്ഷ്മിപ്രിയ ചേച്ചി, കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ കൊണ്ട് ചിട്ടി എടുപ്പിച്ചത് അത് ചേച്ചി വിട്, മനസ്സിലായോ? ചേച്ചിക്കാണ് 50 ലക്ഷം വേണ്ടത്. ഈ 50 കിട്ടുമ്പോൾ ചേച്ചി കുടുംബത്തിലെ മറ്റേ എടുപ്പിച്ചവന് കൊടുക്കുമോ? അതിനകത്തൊന്നും കുറച്ചില്ലല്ലോ, കൊടുക്കത്തില്ലല്ലോ. ചേച്ചി ഈ 1.5 ലക്ഷം വെച്ച് 4 ചിട്ടിയൊക്കെ അടയ്ക്കാനുള്ള കാശ് അന്ന് ചേച്ചിയുടെ ഉണ്ടായിരുന്നോ? അതായത് കുറച്ച് നമ്മൾ അടയ്ക്കണമല്ലോ, അത് കഴിയുമ്പോഴല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ, ചിട്ടി വീഴത്തുള്ളൂ. അപ്പം ഈ 1.5 ലക്ഷം വെച്ച് 4 ചിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 4, 5, 6 ലക്ഷം രൂപയോ മാസം. അത്രയൊക്കെ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ചേച്ചിക്ക് ഉണ്ടായിരുന്നു അടയ്ക്കാൻ. അതൊക്കെ അത്രയ്ക്കും സിനിമയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിക്ക്? അതോ വേറെ ബിസിനസ് ഉണ്ടായിരുന്നോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചു. എൻ്റെ പൊന്നെ, ഇനി കല്ലറിയാൻ വരല്ലേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞെട്ടിയില്ലേ ഇത് കേട്ടിട്ട്? ബാക്കിയുള്ളവന് ഇവിടെ ഒരു ചിട്ടി എടുക്കാൻ നടക്കുന്നില്ല. അല്ല, കുറച്ചു മുമ്പ് ചേച്ചി വേറെന്തോ പറഞ്ഞല്ലോ, സാധാരണക്കാരി മിഡിൽ ക്ലാസ് എന്നെന്തോ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്നതിനകത്ത് എത്ര പേരുണ്ട് സാധാരണക്കാരി? ഈ മിഡിൽ ക്ലാസ്, ചേച്ചി പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ 1.5 ലക്ഷം വെച്ച് ഒരു 3 മാസമെങ്കിലും അടയ്ക്കാൻ പറ്റുമോടെ? 1.5 ലക്ഷം വെച്ചല്ല, 6 ലക്ഷം വെച്ച് 3 മാസം അടയ്ക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനാ ചിട്ടിയൊക്കെ എടുക്കാൻ പോകുന്ന കാര്യം? അല്ല, എനിക്കാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്, നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? നമുക്ക് ബാക്കി കേൾക്കാമേ. 20 ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള കരാറുമേലാണ് ഇരിക്കുന്നത്. നമ്മളുടെ പ്ലാനിങ് മുഴുവനും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അതനുസരിച്ചാണ്. കാരണം ഈ 6 ലക്ഷം രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ മന്ത്ലി അപ്പോൾ ഇത് തന്നെ നമുക്ക് കുറച്ച് നാൾ റോൾ ചെയ്യാനുള്ളൊരു എമൗണ്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവർ വാല്യുവേഷന് വേണ്ടിയിട്ട് അതിന് മുമ്പ് ഡോക്യുമെൻസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു, സ്കെച്ച്, പ്ലാൻ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൊടുത്തു. അവരതൊക്കെ നോക്കി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ലീഗലിന് അയച്ചു, ലീഗലിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ ഹസ്ബൻഡുമായിട്ട് ഇവർ തൃശ്ശൂർ പോയിട്ട് പ്രോപ്പർട്ടി വാല്യുവേഷന് വേണ്ടിയിട്ട് പോയി. അതുവരെയൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു 1,15 ലക്ഷം രൂപ ഇപ്പം എങ്ങനെ പോയാലും മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സ്ഥലമാണത്. ആ സ്ഥലത്തിന് KSFE ഇടുന്നൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ 78 ലക്ഷം രൂപയാണ് വാല്യൂ ഇടുന്നത്. ഓക്കെ, ഈ 76 ലക്ഷം രൂപ. അപ്പോൾ എനിക്ക് 38 ലക്ഷം രൂപ എൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി ഉള്ള എമൗണ്ട് KSFEക്ക് അവിടെ FD ഇട്ട് വെക്കണം. FD ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 70 ലക്ഷം രൂപ നമ്മൾ FD ഇട്ട് വെച്ചാലും KSFEന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാസം 24,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ 24,000 രൂപ ഇൻട്രസ്റ്റിൽ 1,26,000 രൂപ വെച്ചിട്ട് കസ്റ്റമർ അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യും. 70 ലക്ഷം രൂപ KSFEക്ക് യാതൊരു കൈനനവും ഇല്ലാണ്ട് FD ആയിട്ട് അവർക്ക് ഇടാനും പറ്റും, 4-5 കൊല്ലത്തേക്ക് ഇടാനും പറ്റും. അപ്പോൾ എൻ്റെ റോളിങ് കംപ്ലീറ്റ് തകരുകയല്ലേ, എൻ്റെ എല്ലാ ഇതും പറ്റുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം വേറെ എന്താണ് ഒരു വഴി? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാഡം കുറേ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിലൊക്കെ ഒരു മാക്സിമം പോയ ഒരു 10-40 പവൻ്റെ സ്വർണം കാണും, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ സ്വർണത്തിന് ഇവർ വാല്യൂ ഇടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പവൻ 24,000 രൂപയാണ് ഒരു പവൻ്റെ പുറത്തിടുന്നത്. ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 37,000-38,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഭയങ്കരമായൊരു അന്തരമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിലോ കണക്കിന് സ്വർണം നമ്മൾ ഈ ഒരു KSFEയിലെ ജാമ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവയ്ക്കേണ്ടി വരും. ഒരു സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആരുടെ കയ്യിലും അത്രയും കിലോ കണക്കിന് സ്വർണം ഇപ്പോഴത്തെ ഒരു വില നിലവാരത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്താണ് ഒരു വഴി? അപ്പോൾ പറഞ്ഞു മാം ഒരു കാര്യം ചെയ്യൂ, വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും ഇല്ല, നമുക്കൊരു പ്രോപ്പർട്ടി തന്ന് സഹായിക്കാൻ പറ്റുമോ? നമ്മളെ കടം തന്ന ചെറിയ എമൗണ്ടൊക്കെ നമുക്കിപ്പോൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട് ഇങ്ങോട്ടും കിട്ടാറുണ്ട് എന്നല്ലാതെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലൊന്നും അങ്ങനത്തെ ഒരു സഹായമൊന്നും കിട്ടുന്ന ആൾക്കാരല്ല, അതൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ
ഫ്രണ്ട് ഇങ്ങനെ വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ KSFEയുടെ കുറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എടാ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതും സർവീസ് സഹകരണ ബാങ്കിൽ പ്ലഡ്ജഡ് ആണ് 40 ലക്ഷം രൂപയ്ക്ക് പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊരു ഫണ്ടറെ കണ്ടെത്തി നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കാശ് മാത്രം എനിക്കിപ്പോൾ തന്നാൽ മതി, 30 ലക്ഷം രൂപ നിങ്ങൾക്ക് റോൾ ചെയ്യാനും ഉപയോഗിക്കാം, എനിക്ക് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് തന്നാൽ മതി, ആ ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് പ്ലോട്ടാണ്, റോഡ് സൈഡിലുള്ള പ്ലോട്ടാണ്. അതായത് മരുതൻകുഴി, ട്രാൻഡ്രം അറിയുമെന്ന് എനിക്കറിയില്ല, ട്രാൻഡ്രം മരുതൻകുഴി ജംഗ്ഷനിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. സെൻറ്റിന് അവിടെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണെങ്കിൽ പോലും 17-18 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ അവിടുത്തെ മാനേജറാണ് വന്നിട്ട് വാല്യുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ജസ്റ്റ് ഫോണിൽ ഡിസ്കസ് ചെയ്തു. ഇവിടുത്തെ മാനേജർ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ 10-16 ലക്ഷം വെച്ചിട്ട് സെൻറ്റിന് വിലയുണ്ട് കേട്ടോ എന്ന് ആ പുള്ളി പറഞ്ഞു. അവിടുത്തെ മാനേജറുടെ പേര് അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, ശാസ്തമംഗലം ബ്രാഞ്ചിൻ്റെ മാനേജർ. അദ്ദേഹം പറഞ്ഞു 10-16 ലക്ഷം വിലയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, മാം അത് വെച്ചിട്ട് നമുക്ക് 70 ലക്ഷം തരാം, മാമിൻ്റെ തൃശ്ശൂരത്തെ പ്രോപ്പർട്ടി വേണ്ട കേട്ടോ എന്നൊക്കെ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതനുസരിച്ച് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനും ജിനീഷ് എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ ഈ പ്രോപ്പർട്ടി വാല്യുവേറ്റ് ചെയ്യിക്കാനായിട്ട് ഇദ്ദേഹം വേണം ഇപ്പോൾ വരാനായിട്ട്. അവിടെ കൊണ്ടുവന്ന് കാണിക്കുമ്പം ഇദ്ദേഹം പറയുന്നത് ആ പ്രോപ്പർട്ടി ഒരു മാനേജർക്ക് യാതൊരു വിധത്തിലും യോജിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാൽ ഇദ്ദേഹം ആ പറമ്പൊന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ട്രിവാൻഡ്രത്തെ പ്രോപ്പർട്ടി നമ്മുടെ തൃശ്ശൂരത്തെ ഓൾറെഡി കണ്ടല്ലോ അവിടുത്തെ. അപ്പോൾ ഈ മാനേജർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഫയല് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൈ കൊടുക്കുമ്പോൾ പുള്ളി അത് വാങ്ങിക്കാനും ഒന്നും കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു 8 ലക്ഷം രൂപ മാത്രമേ സെൻറ്റിന് ആ പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ബസ് ഓടുന്നതിൻ്റെ 1.5 സെൻറ്റ് ഇനിയിപ്പോൾ റോഡ് വീതി കൂട്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ 10.25 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. അതിന് ഇവർ പറയുന്നത് 8 ലക്ഷം രൂപ വെച്ചിട്ടേ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവരെ വിളിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് മാഡം അത് നടക്കില്ലല്ലോ. അപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് പിന്നെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവർ KSFE ഇടുന്നൊരു വിലയുണ്ട്. മാർക്കറ്റ് വാല്യൂ അതിൻ്റെയൊക്കെ 4 ഇരട്ടി ആയിരിക്കും. അപ്പോൾ KSFE ഇടുന്നൊരു വില ഇപ്പം 40 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപ ഇവർ തരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തമ്പാനൂർ ജംഗ്ഷനിൽ മതി ചേച്ചി പറയുന്നതിനകത്തൊക്കെ സത്യം കാണും, ചേച്ചി പറയുന്ന എല്ലാം കള്ളമാണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്നിരുന്നാലും ചേച്ചി 1-2 സംശയങ്ങൾ. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സെൻറ്റിന് 8 ലക്ഷം ഏതോ സുഹൃത്തിൻ്റെ സ്ഥലം, മറ്റേ നിങ്ങളുടെ സ്ഥലം ഗോപി, അത് വെച്ചിട്ട് അവർക്ക് തരാൻ പറ്റത്തില്ല തരുമെന്നൊക്കെ ആദ്യമേ പറഞ്ഞു, പിന്നെ നടക്കത്തില്ല എന്ന് അവർ പറഞ്ഞു. അതിലൊക്കെ എന്തോ ചേച്ചിയോട് അവർ പറ്റിക്കുന്ന പരിപാടിയാണോ കാണിച്ചെന്നൊരു സംശയം ചേച്ചി ആയതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ചേച്ചിയെ സംശയിക്കാനല്ല, പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാനും ഇച്ചിരി പേടിയുണ്ട്. എങ്കിലും ചേച്ചി പറഞ്ഞതിന് ഇത്തിരിയൊക്കെ വില തരാൻ ചേച്ചി. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞില്ലേ ചേച്ചി കുറച്ച് കാര്യങ്ങൾ. ചേച്ചി പറയുന്നത് 4 കൊല്ലം മുമ്പ് കൊറോണ സമയത്ത്. അയ്യോ 4 കൊല്ലം മുമ്പെന്ന് പറയുമ്പോൾ കൊറോണ അല്ല കേട്ടോ. എന്തായാലും നമ്മളിപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഇൻ്റർവ്യൂ 4 കൊല്ലം മുമ്പാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും 4 കൊല്ലം മുമ്പ് അന്ന് 37,000 രൂപയായിരുന്നോ പവന്? അല്ല ചേച്ചി ഇപ്പോൾ പറയുന്നത് കുറച്ച് മുമ്പ് ഞാൻ കേട്ടത് 37,000 രൂപ KSFEയിലാവുമ്പോൾ 24,000 അവർ തരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഒരു കാലത്ത് സെൻറ്റിന് ട്രിവാൻഡ്രത്ത് ചേച്ചി പറയുന്ന സ്ഥലം എനിക്ക് വലിയ പിടുത്തമില്ല, എന്നിരുന്നാലും സെൻറ്റിന് 8 ലക്ഷം എന്നൊക്കെ പറയുന്നത് അതത്ര കുറവായിരുന്നു ആ സ്ഥലത്ത്. ആ സ്ഥലത്തുള്ള ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ചേച്ചി പറഞ്ഞ ഡേറ്റ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു, എനിക്ക് എൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും 8 ലക്ഷം രൂപ ഇത്ര ചെറിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇപ്പോൾ ആ സ്ഥലത്തിന് എങ്ങനെ പോലും ഒരു 18 ലക്ഷം ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ, ഇപ്പം അത്രയൊക്കെ കാണുമായിരിക്കും, 20 ഒക്കെ കാണുമായിരിക്കും. അന്ന് ചേച്ചി പറയുന്നത് പോലെ പവന് 37,000 ഉള്ള സമയത്ത് 8 ലക്ഷം രൂപ സെൻറ്റിന് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു KSFE കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ KSFEയെ പറ്റിയും അത്ര നല്ല പലരും പലതാണേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി അങ്ങോട്ട് കല്ല് വലിച്ചെറിയട എന്നെല്ലാവരും പറഞ്ഞുകൊണ്ട് വരരുത്. മൊത്തത്തിൽ അങ്ങനെ കല്ല് വലിച്ചെറിയാനൊരു മടി. പിന്നെ ചേച്ചി ആയതുകൊണ്ടും കുറേ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ ചേച്ചിയുടെ പല കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു മടിയടേ. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതിയിടാൻ മുട്ടി നിൽക്കുമായിരിക്കും. ചേട്ടാ, സിബിലാൽ ഒരു പ്രൊഡ്യൂസർ എന്നെ കോൺടാക്ട് ചെയ്ത് എനിക്ക് കുറേ തെളിവുകൾ തന്നു. ഏകദേശം നിങ്ങൾ ഈ പറയുന്ന ഈ KSFE പരിപാടിയൊക്കെ നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു പുള്ളിയുടെ ഒരു 10 ലക്ഷം കൊണ്ട് നിങ്ങൾ പോയത്, നിങ്ങളും വൈഫും കൂടെ മറ്റേ സിനിമ കഥ എഴുതുന്ന പരിപാടി അല്ലേ? അപ്പോൾ ആ പൈസയുമായി ബന്ധപ്പെട്ട് പുള്ളി എനിക്ക് കുറേ തെളിവുകളൊക്കെ തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോയും ചെയ്തത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഈ കമൻറ്റ് എഴുതിയിടുന്നതല്ലാതെ ഒരു തെളിവും ഇല്ല, ഒന്നും എങ്ങും പറയുന്നതും കേൾക്കുന്നില്ലേ.
ഇതൊക്കെ കാണുമ്പം എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? ബഹുമാനപ്പെട്ട ചേട്ടനും ബഹുമാനപ്പെട്ട ചേച്ചിയും അതൊന്ന് പറയുക. ഓക്കെ, അത്ര എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശ്വേതാ മേനോൻ ചേച്ചി ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഒക്കെ. തൊടുന്നതിനകത്ത് എല്ലാത്തിനകത്തും പ്രശ്നമാണ്. ആ ഒരു കാലത്ത് ഇത്രയും പൈസയുടെ പ്രശ്നം. ഇങ്ങനെ പൈസയുടെ ഭയങ്കര പ്രശ്നങ്ങളുള്ളൊരു വ്യക്തി അമ്മ എന്ന് പറയുന്ന ഒരു താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ്. പൈസയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, പലതിനും കണക്കില്ല. അതൊക്കെയാണ് ഇപ്പോൾ ശ്വേതാമേനോൻ ചേച്ചിയും നമ്മുടെ ലക്ഷ്മി ചേച്ചിയൊക്കെ ഇറങ്ങി ഓടിയത്. അപ്പോൾ സംശയങ്ങൾ വർദ്ധിക്കുന്നു. പൈസയ്ക്ക് നല്ല ടൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇത്രയും പൈസ പറ്റിച്ചു, ഇതൊക്കെ പറയുന്നുണ്ട് ഇവർക്കെതിരെ. ഇങ്ങനെയുള്ള ഒരാളാണ് അമ്മയിലിരുന്നത്. ഇവരൊക്കെ കൂടി പല പരിപാടികൾ ചെയ്തപ്പോഴാണ് അതിനൊന്നും കണക്കൊന്നും കൊടുക്കാതെ ഇന്നലെ ചോദ്യങ്ങൾ, മിനിഞ്ഞാന്ന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോൾ ഇറങ്ങി ഓടിയത്. സംശയിക്കണ്ടേ? നിങ്ങൾ പറ, ഞാൻ ഒന്നും പറയുന്നില്ല. എന്താ ഉദ്ദേശിച്ചെന്ന് പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇനി ഒരു ചെറിയ കാര്യം കൂടെ, മാലാപാർവതി ചേച്ചി ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതൊന്നുകൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്, എന്നിട്ട് ബാക്കി പറയാം. അൻസിബ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് മുന്നേ സംസാരിച്ചത്, തെളിവ് അടക്കം നമ്മളോട് പറയാത്തതുമായ പല കാര്യങ്ങളും ഒരു 10-22 മിനിറ്റ് കൊണ്ട് കൃത്യമായി ആ കുട്ടി സംസാരിച്ചു. സംസാരിച്ചത് നിശബ്ദമായി ശ്വാസമടക്കി മുഴുവൻ അംഗങ്ങളും കേട്ടിരിക്കുകയും അതിന് തിരിച്ചൊരു വാക്ക് പറയാനാവാതെ ഭരണസമിതി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. ആ കുട്ടിയുടെ ഒരു കാര്യത്തിന് പോലും അവരെപ്പോഴും മറുപടി കൊടുത്തിട്ടില്ല. ആ കുട്ടി ഉന്നയിച്ച പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് അഴിമതി എന്നുള്ളതല്ല, ഈസി തീരുമാനിക്കാത്തുള്ള പണച്ചെലവ്, ഈസിയുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ലക്ഷങ്ങൾ ചെലവാക്കിയതിൻ്റെ, അത് ആരോട് ചോദിച്ചിട്ട് ചിലവാക്കി, എന്തിനു ചിലവാക്കി, ഇതെന്തിനാ അതായത് സ്വജനപക്ഷപാതം, ഒരു ഭരണസമിതി അംഗത്തിൻ്റെ ഭർത്താവിന് എന്തുകൊണ്ടാണ് ഒരു കാര്യം കൊടുത്തത് തുടങ്ങിയ ഒരുപാട് കൃത്യമായ ചോദ്യങ്ങൾ. പിന്നെ അതിനകത്ത് എതിർക്കുന്ന ആൾക്കാരെ വർഗീയവൽക്കരിക്കാനും അല്ലെങ്കിൽ അവരെ എതിർപ്പ് നേരിടാനായി വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞപ്പോൾ പിന്നീട് അവർ വന്ന് ഇത് അംഗീകരിക്കുമോ, പ്രസിഡന്റാണ് ചോദിക്കേണ്ടത്, റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആനുവൽ ജനറൽ ബോഡി അംഗങ്ങൾ ആരും തന്നെ അനങ്ങിയില്ല. ആരും കൈയടിച്ചില്ല, അനങ്ങിയില്ല, ഒന്നും മിണ്ടാതെ ഇരുന്നു. 2-3 പ്രാവശ്യം ചോദിച്ചു, ആരും അനങ്ങിയില്ല. അവർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. വെളിയിലിറങ്ങി അവർ ബാബുരാജിൻ്റെയോ സിദ്ദിഖിൻ്റെയോ ഒക്കെ പേര് പറഞ്ഞത് അവർ എന്നോട് പറഞ്ഞതുപോലെ, ഇനി മീഡിയയുമായി നമുക്ക് യുദ്ധം നടത്താം, നിങ്ങൾ മീഡിയയിൽ കൂടെയാണല്ലോ ഞങ്ങളെ ഇതാക്കിയത്, അപ്പം മീഡിയയിൽ കൂടെ ഇനി ഞങ്ങൾ യുദ്ധം നടത്തിക്കോളാം എന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ അവരങ്ങനെ ഒരു നെറേറ്റീവ് മുമ്പോട്ട് വെച്ചായിരിക്കും. പക്ഷേ ഇന്നലെ സംഭവിച്ചത് അതൊന്നുമല്ല. അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് അവർ മുട്ടുമടക്കിയത്. അത് അൻസിബ അവിടെ ഇരുന്ന് അൻസിബയുടെ ഒരു ചെറിയ വേണ്ടല്ലോ അല്ലേ. വേറൊരു കാര്യം, മീഡിയയിലൂടെ നമുക്ക് തിരിച്ചു തരാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അൻസിബയെ നെഗറ്റീവ് ആക്കാനുള്ള, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെയുള്ള ഒരു സൈബർ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു. പല കമൻറ്റ് ബോക്സുകൾ നിങ്ങൾ നോക്കിയാൽ മതി, നടക്കുന്നുണ്ട്. എല്ലാം മാറ്റി വെക്കുക. ഞാൻ ലക്ഷ്മിപ്രിയ ചേച്ചി ഇവിടെ പിടിച്ചിടാനുള്ള കാരണം അത് പറയണ്ടേ? കേട്ടല്ലോ നിങ്ങൾ. ഈ പൈസ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പൈസയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അൻസിബ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും അൻസിബയെ പൂട്ടണം. നേരെ ലക്ഷ്മിപ്രിയയെ ഇറക്കി. ലക്ഷ്മിപ്രിയയ്ക്കും അവിടെ നടക്കുന്ന എനിക്കറിയില്ല, ചോദ്യമാണ്, ഈ പൈസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? നിങ്ങളുടെ മുൻകാലങ്ങൾ കാണിച്ചു തരുന്ന കുറേ കാര്യങ്ങളുണ്ടേ. ഒന്ന് മറ്റേ സിബിലാലിൻ്റെ പ്രൊഡ്യൂസർ പൈസ, പിന്നെ KSFE അതിൻ്റെ പേരും പറഞ്ഞു കുറേ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോവില്ലേ ഒരു സാധാരണക്കാരൻ, ഇവിടെ എന്തായിരുന്നു കളയുന്നത്? ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നു, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും എന്തോ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചതിന് ശേഷവും അൻസിബയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്ന് കേസ് കൊടുക്കുക, ആ പെൺകുട്ടിയെ പൂട്ടാൻ ശ്രമിക്കുക. എന്ത് കാര്യത്തിന്? സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും തോന്നിപ്പോവും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വേണ്ട ചോദിക്കുന്നില്ല. എന്തിനാ ചോദിച്ചിട്ട് ശ്വേതാ മേനോൻ ചേച്ചിയോട്? KSFE എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ? അല്ല, എന്ത് കണ്ടിട്ടാണ് ഈ ലക്ഷ്മിപ്രിയയുടെ കൂടെ നിൽക്കാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി ആരും നിന്നില്ല. അൻസിബ വന്നിട്ട് തെളിവ് സഹിതം സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടെ നിന്നല്ലോ പെൺകുട്ടിയുടെ. നിങ്ങൾക്കായിരുന്നല്ലോ ഒന്നും കേൾക്കണ്ട, നത്തിങ് ഈസ് ദെയർ ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ് ഓടിയത്. അല്ല, അതുകൊണ്ടിപ്പം അമ്മയെന്ന് ഇറങ്ങി ഓടേണ്ട വന്നു, അത് വേറെ കാര്യം.
പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞു, ചില ചോദ്യചിഹ്നങ്ങൾ അവിടെ ഇട്ടു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.